യുവർ ഓണർ, എന്റെ കക്ഷി മിസ്റ്റർ ജനാർദ്ദനൻ സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് ആണ്. ഇദ്ദേഹം സാമൂഹ്യ സേവനത്തിന്റെ പേരിൽ ഒരുപാട് കുടുംബങ്ങളെ സഹായിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഇദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ച ഈ നിൽക്കുന്ന പ്രതിക്ക് കഠിനമായ ശിക്ഷ നൽകി മാതൃക കാണിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു യുവർ ഓണർ. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ആളുകൾ ജനങ്ങൾക്ക് ചെയ്യേണ്ടുന്ന സാമൂഹ്യ സേവനങ്ങളിൽ നിന്നും പിന്മാറുകയും അതുകൊണ്ട് സമൂഹത്തിനുണ്ടാകുന്ന നഷ്ടം വളരെ വലുതായിരിക്കുമെന്നും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് യുവർ ഓണർ. പറയടോ, എന്തിനാ ഇയാളെ മർദ്ദിച്ചേ? ഇയാൾ ചെയ്യുന്ന സമൂഹ സേവനം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല യുവർ ഓണർ. ഓർഡർ ഓർഡർ. ആരാ അയാളുടെ വക്കീല്? ഞാനാണ് യുവർ ഓണർ. മകൻ പുലിയാണെങ്കിൽ അമ്മ പുപ്പുലിയ. അവരുടെ ഇടയിലെങ്ങാനും പെട്ടാൽ അവന്റെ കാര്യം പോക്കാം. മിസ്റ്റർ ജനാർദ്ദൻ, ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ്. വാട്ട് ഈസ് ദിസ് നോൺസെൻസ്? എന്റെ കക്ഷി മോഹൻദാസും ഇതേ ചോദ്യമാണ് ചോദിച്ചത്. വാട്ട് ഈസ് ദിസ് നോൺസെൻസ്? ഈ കൗൺസിലർക്ക് ജനങ്ങളെ ദ്രോഹിക്കാനുള്ള അധികാരം ആരാണ് കൊടുത്തത്? ജനങ്ങളുടെ സ്വൈര്യ ജീവിതം തടസ്സപ്പെടുത്തുന്നത് ഇവർക്കൊക്കെ വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. അതാരെങ്കിലും ചോദ്യം ചെയ്താലോ അത് അടിച്ചമർത്തു ഇവർ. ഫിലോസഫി ഒന്നും വേണ്ട, കം ടു ദ പോയിന്റ്. താങ്കൾക്കും വല്ലാതെ ദേഷ്യം വരുന്നുണ്ടല്ലോ യുവർ ഓണർ. ഇതുപോലെ തന്നെയാണ് ഇയാൾക്കും ദേഷ്യം വന്നത്. പക്ഷേ അത് തനിക്ക് വേണ്ടിയായിരുന്നില്ല, മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു. കേവലം ഇയാളുടെ ജന്മദിനം കൊണ്ടാടുവാൻ ഇവർ റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ഇവരുടെ ദുർവിനിയോഗം കാരണം ഗർഭിണിയായ ഒരു സ്ത്രീ, സുഖമില്ലാത്ത ഒരു കുഞ്ഞിന്റെ അമ്മ, ഇന്റർവ്യൂവിന് പോകാൻ കഴിയാത്ത ഒരു യുവാവ്, ഒരു പെണ്ണിന്റെ മാനവും നഷ്ടപ്പെട്ടു. ഇവിടെ വന്നിരിക്കുന്നവരെല്ലാം ആ ദുരിതം നേരിട്ടവരും അതിയായി ദേഷ്യപ്പെട്ടവരുമാണ്. അവിടെ ഉണ്ടായിരുന്ന ഇവരുടെ എല്ലാം പ്രതിനിധിയായിരുന്നു എന്റെ കക്ഷി മോഹൻദാസ്. ഇത്രയും ദേഷ്യം മനസ്സിൽ അടക്കി വെച്ചുകൊണ്ട് എന്റെ കക്ഷി അവരെ ശാന്തമായി ചോദ്യം ചെയ്തു. പക്ഷെ ആ ചോദ്യത്തിനുള്ള മറുപടി ലഭിച്ചത് ഇങ്ങനെയായിരുന്നു യുവർ ഓണർ. യുവർ ഓണർ, കോടതിയുടെ വിലപ്പെട്ട സമയം വേസ്റ്റ് ആക്കരുത് യുവർ ഓണർ. ഈ കൗൺസിലർക്ക് പോലീസിന്റെ പെർമിഷൻ വാങ്ങാത്തതിന് IPC 213, പെർമിഷൻ വാങ്ങാൻ കൈക്കൂലി കൊടുക്കാൻ ശ്രമിച്ചതിന് IPC 453, ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും വൈദ്യുതി മോഷ്ടിച്ച് KSEBയെ വഞ്ചിച്ചതിന് IPC 403, ബർത്ത്ഡേ പരസ്യമായി നടുറോട്ടിൽ ആഘോഷിച്ച ഇയാൾ ഒരുപക്ഷെ മാനസിക രോഗിയായിരിക്കാം. അങ്ങനെയാണെങ്കിൽ കോടതി ഇയാളെ മെന്റൽ ഹോസ്പിറ്റലിൽ അയക്കണം. അതല്ല, ഇയാൾ ചെയ്തത് സ്വമനസാലയാണെങ്കിൽ ഇയാൾ പോകേണ്ടത് ജയിലിലേക്കായിരിക്കും. ഓർഡർ ഓർഡർ ഓർഡർ. തന്റെ കൈ ഒടിഞ്ഞതുകൊണ്ട് കോടതി ഇത്തവണ തന്നെ വെറുതെ വിടുന്നു. പക്ഷേ ഒരിക്കലും നിയമം കയ്യിലെടുക്കരുത്, മനസ്സിലായോ? സാർ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്താ? ഇന്നലെ ഞാൻ വേറൊരു സാമൂഹ്യ സേവകനെ ഇതുപോലെ അടിക്കേണ്ടി വന്നു സാർ. നിയമം കയ്യിലെടുക്കരുതെന്ന് കോടതി ഇപ്പോൾ എന്നോട് ആവശ്യപ്പെട്ടു. പക്ഷെ അവന്റെ ഗുണ്ടകളെല്ലാം നിയമം പോക്കറ്റിലും സോക്സിലും ഷർട്ടിലും നാക്കിനടിയിലുമൊക്കെ ആയി പുറത്ത് എനിക്ക് വേണ്ടി കാത്തു നിൽക്കുക. അവരെന്നെ ആക്രമിക്കാൻ വന്നാ ഞാൻ സ്വയം രക്ഷിച്ച് കോടതിയുടെ മുമ്പിൽ വരാം. അപ്പോൾ കോടതി എനിക്ക് നീതി നടത്തി തരണം. നാഗ, ഡബിൾ മർഡർ കേസിൽ പോലീസിന് പിടികൊടുക്കാത്തവൻ. ശെൽവൻ, അറ്റംപ്റ്റ് ടു മർഡർ കേസിലെ വാണ്ടഡ്. മണി, പിടിച്ചുപറി കേസ്. രഞ്ജൻ, പരോളിൽ പുറത്തു വന്നവൻ. ഇവരുടെയൊക്കെ കയ്യും കാലും ഓടിക്കണം, ഒരു തെറ്റുമില്ല, കേസും ഉണ്ടാവില്ല. ഓട്ടോ! വാ, സമൂഹത്തെ സ്നേഹിക്കുന്നവൾ, വീണ വായിക്കുന്നവൾ, എന്റെ മകന് പറ്റിയ പെർഫെക്റ്റ് ജോഡി. തുറക്കാം.
എടോ ഒന്ന് പെട്ടെന്നാവട്ടോ, അല്ലെങ്കിൽ തന്നെ ലേറ്റായി. നിങ്ങളെ കൊണ്ട് വലിയ കഷ്ടാ. മിസ്റ്റർ നരേഷ്, ഓ ഈ മംഗള നിന്റെ മാത്രം പെങ്ങളല്ല, എന്റെയും പെങ്ങളാ. എനിക്കും രാഗി കിട്ടാറുണ്ട് അവള്. കുറച്ച് പണികൾ എനിക്കും കൊടുത്താ. ഇവിടെ എന്ത് തെറ്റ് നടന്നാലും നീ ഇടപെടാൻ പാടില്ല, അതാ നിന്റെ പണി. ആഹാ, ഇതെന്ത് പണിയാടാ? കല്യാണമാണ്, അതുകൊണ്ട് പലതും നടക്കും. നമ്മളെ വധുവിന്റെ കൂട്ടരാ, അല്പം അടങ്ങി ഒതുങ്ങിയൊക്കെ നിൽക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. നരേഷ്, അവിടെ ഇരിക്കുന്നവർക്ക് ഫിൽറ്റർ കോഫി വേണമെന്ന് പറയുന്നു. ഇതൊരു കോഫി കൊടുത്തില്ലേ? ഞാൻ പോയി കൊടുക്കാം. അയ്യോ വേണ്ട, നീ കോഫി. നമ്മൾ വധുവിന്റെ കൂട്ടരാ, അല്പം അടങ്ങിയും ഒതുങ്ങിയും തന്നെ നടക്കാം. അതെ, എല്ലാരും കറിയിൽ ഉപ്പ് എരിവ് നല്ലോണം ഇട്ടോ. ഈ ഷുഗർലെസ്, എരിവിലെസ്, ഫാറ്റ്ലെസ് എന്നൊക്കെ പറഞ്ഞ് ഈ സമൂഹത്തെ ഒന്നിനും കൊള്ളാതായി. എല്ലാം പൊതിഞ്ഞുകൊണ്ട് വെക്കോ, ഞാൻ പിന്നീട് ഒന്ന് വാങ്ങിച്ചോളാം, ആരും കാണണ്ട. ചേട്ടാ പ്ലീസ് ചേട്ടാ, ഇപ്പൊ നിങ്ങൾ പോയാല് ഈ കല്യാണം എന്താവും? പാചകത്തിനുള്ള സാധനങ്ങൾ എടുത്തപ്പോ അവ എന്നോട് ഗുണ്ടായിസം കാണിക്കുക. ആരാവൻ? ചേട്ടാ പ്ലീസ്, അവന് വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാം. എന്നെ അപമാനിച്ച കല്യാണത്തിന് ഞാൻ പാചകം ചെയ്യില്ല. വേറെ പാചകക്കാരനെ ഇവിടെ വരുത്തിയില്ല. ഞങ്ങൾക്ക് യൂണിയൻ ഉണ്ട്. ചേട്ടാ പോകലേട്ടാ, ഈ കല്യാണം കൊളാകും. ചേട്ടാ ചേട്ടാ പോകലേട്ടാ, ചേട്ടാ ചേട്ടാ, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? എടാ നീ എന്ത് പണിയാ ചെയ്തേ? തെറ്റ് കണ്ടെത്തി ശിക്ഷിക്കുക മാത്രമല്ല, കൂട്ടുകാരന്റെ പ്രശ്നം സോൾവ് ചെയ്യാനും എനിക്കറിയാം. അമ്മ ഇപ്പൊ എവിടാ? സമയാവുന്നല്ലോ, എന്തായി? അളിയാ, ഇത്രയും രുചിയോടെ ഞാനിത് കഴിച്ചിട്ടില്ലടാ. ആരാടാ അതങ്ങനെ ചെയ്തത്? അക്ഷരത്തെറ്റൊന്നും ഇല്ലല്ലോ അമ്മാവ, എഴുതിയിരിക്കുന്നതെല്ലാം ശരിയാണല്ലോ. എന്ത് ശരിയാണെന്നാടാ പൊട്ടാ പറയുന്നത്? ഈ അപമാനം എനിക്ക് നാട്ടിലാണ് സംഭവിച്ചതെങ്കിൽ ഞാൻ അപ്പൊ തന്നെ തിരിച്ചു പോയേനെ. ശ്ശേ, എന്താ തെറ്റെന്ന് പറയാം അമ്മാവ? എല്ലാം തലതിരിഞ്ഞു പോയില്ലേ? നമ്മുടെ ആചാരപ്രകാരം വരന്റെ പേര് മുകളിലും വധുവിന്റെ പേര് താഴെയുമല്ലേ വരേണ്ടത്? ആരാണ് ഇവിടെ വധുവിന്റെ വീട്ടുകാർ? ഞാനാണ് ചേട്ടാ വധുവിന്റെ ഏട്ടൻ. ഏട്ടനോ ചോട്ടനോ ഐ ഡോണ്ട് കെയർ. ഞാൻ ഇവിടെ വന്നല്ലോ വന്നു ചേട്ടാ. അതുകൊണ്ട് കല്യാണം, സദ്യ, ശോഭനം എല്ലാം എങ്ങനെയായിരിക്കണമെന്ന് അറിയോ? നാട് മുഴുവൻ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരിക്കണം. ആദ്യ രാത്രി നാട്ടിൽ പാട്ടാവണമെന്നോ? അയാളെന്റെ അമ്മാവനാ, ഫിറ്റിംഗ് പത്മനാഭനെന്ന് പറയും. സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. ഏയ്, ആരാ പാചകക്കാരൻ? നമസ്കാരം ചേട്ടാ. എന്താ ഇത്? ലഡുവാണ് ചേട്ടാ. എങ്ങനെയുണ്ട്? സൂപ്പർ ചേട്ടാ. രുചിയല്ല, സൈസ് സൈസ്. ലഡുവിന്റെ സൈസ് ഇത്രയും ചെറുതാക്കി ഞങ്ങളെ അപമാനിക്കാനാണോ ശ്രമം? ലഡുവിന്റെ സൈസിൽ ഫേമസ് ആണ് ഞങ്ങളുടെ ഫാമിലി. കല്യാണത്തിന് വരുന്നവരെല്ലാം ഞങ്ങളുടെ ലഡുവിന്റെ സൈസ് ഇത്രയും ചെറുതാണെന്ന് പറഞ്ഞു നടന്നാലേ എനിക്കും എന്റെ കുടുംബത്തിനും എത്രമാത്രം അപമാനമായിരിക്കും എന്നറിയാമോ? ഞാൻ ഇപ്പൊ തന്നെ ഈ കല്യാണം മുടക്കിയിരിക്കും. ഏയ്, കാലിൽ വീണ് ക്ഷമ ചോദിച്ചാലൊന്നും എന്റെ മനസ്സലിയില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഈ ലഡുവിന്റെ സൈസ് വലുതാക്കി വിളമ്പാൻ നോക്ക്. ചേട്ടാ, നിങ്ങളുടെ സൈസ് ഇതോ ഇതോ? എന്തോ എവിടെയോ തകരാറുണ്ടല്ലോ. ഇനി ആളുകൾ ലഡുവിന്റെ സൈസ് ചോദിച്ചാ എന്തു പറയും? എളുങ്ങിപ്പോയെന്ന് പറയും. ഹലോ, കയ്യിൽ പെണ്ണല്ല മാവാണ് ഇരിക്കുന്നത്. പൂരി നല്ല രുചിയായിരിക്കും. ദാ. സരസ്വതി നമ്മുടെ മംഗളയുടെ ബെസ്റ്റ് ഫ്രണ്ടാ മോനെ. സു 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 പെൺകുട്ടി.
സുന്ദരി, സുശീല, സുശിക്ഷിത പെൺകുട്ടി. നിങ്ങളുടെ കല്യാണമേ അത് എത്രയും പെട്ടെന്ന് നടക്കണം. അവളാണ് എന്റെ മരുമകൾ, ഞാനാണ് അവളുടെ അമ്മായിയമ്മ, നിന്റെ പത്നി, നിന്റെ മക്കളുടെ അമ്മ, എന്റെ പേരക്കുട്ടികളുടെ അമ്മ. അമ്മേ, വേഗം പോയി അവളോട് ഐ ലവ് യു എന്ന് പറയട മോനെ. അമ്മയുടെ ആശ നിറവേറ്റു മകനെ. അമ്മ ആ ഫോൺ നിർത്ത്, സ്പീക്കർ ഇട്. സംസാരിക്ക്. ഹലോ ഹലോ, ഞാനാ സരസ്വതി. മനസ്സിലായി, പറയൂ. നിങ്ങൾ എനിക്കൊരു ചെറിയ ഫേവർ ചെയ്തു തരുമോ? ഷുവർ, ഞാനുള്ളതേ അതിനല്ലേ. പെൺകുട്ടികൾക്ക് ഫേവർ ചെയ്യാൻ റെഡി ആയിട്ട് അങ്ങ് നിൽക്കും. ഹലോ. ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേക്കും. ഗുഡ് ഹാബിറ്റ്. എഴുന്നേറ്റ ഉടനെ സംഗീതം പ്രാക്ടീസ് ചെയ്യും. അത് വളരെ നല്ല ഹാബിറ്റാ. അതിന് ഗാഗിൾ ചെയ്യാൻ വേണ്ടി ഒരു ഗ്ലാസ് ചൂടുവെള്ളം, ഉപ്പ്, തേന് വേണമായിരുന്നു. അയ്യോ. ഹലോ ഹലോ പാചകക്കാരാ, ഹലോ പാചകക്കാരാ. ഹലോ പാചകക്കാരാ. അമ്മ കോഫി കൊണ്ടുപോടാ, ടോയ്ലറ്റിൽ പോകാനുള്ളതാ. ഗുഡ് മോർണിംഗ് മോഹൻ. സന്തോഷം എന്റെ പേര് വിളിച്ചതിന്. സോറി, നീ പാചകക്കാരനല്ലാന്ന് മനസ്സിലാക്കാൻ ലേറ്റായി. പക്ഷെ നിന്നോട് ലവ് ആയെന്ന് എനിക്ക് വളരെ ഫാസ്റ്റായി മനസ്സിലായി. വാട്ട്? എനിക്ക് മാത്രമല്ല, എന്റെ അമ്മയ്ക്ക് നിന്നെ വളരെ ഇഷ്ടമായി. സോ സോ എന്റെ വീട്ടിലേക്ക് വാ, എന്നിട്ട് എന്റെ അമ്മയെ മീറ്റ് ചെയ്യ, എന്റെ കൂടെ സമയം ചെലവഴിക്കുക. നിനക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നിന്റെ മൂക്ക് നല്ല ക്യൂട്ടായിട്ടുണ്ട്. അമ്മ, ഇത് ഏത് ലോകത്ത്? സരസ്വതി, ആ മോഹന്റെ കാര്യം എന്ത് തീരുമാനിച്ചു? ഇനിയും തീരുമാനിച്ചിട്ടില്ല. ഒരുപക്ഷെ നിന്റെ അച്ഛൻ എതിർത്താലോ? അങ്ങോട്ട് പോവാൻ അച്ഛമ്മ ഫോഴ്സ് ചെയ്യുന്നു പറയും. മുതലാളിയുടെ കൂടെ ഓടി ഓടി എനിക്ക് ബൈപ്പാസ് സർജറി ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. മുതലാളി, നിങ്ങളുടെ കാറ് നിങ്ങളുടെ മുമ്പിച്ച് അവൻ മൂത്രം ഒഴിക്കുന്നു. ഡിസ്റ്റർബ് ചെയ്യണ്ട. മോളി നോക്കിയിട്ട് മുതലാളി എന്ത് ചെയ്യാൻ പോവാ? എന്റെ വണ്ടി കിട്ടിയുള്ളൂ. അപ്പനൊന്നും ചെയ്തില്ല, ഈ മകൻ എന്ത് ചെയ്യുന്നു നോക്കാം. ഇഷ്ടം പോലെ നീ അറിഞ്ഞോ? ആരുടെ അവന്മാര്? ഇപ്പോഴാ സമാധാനായത്. Where is this nation going? Done. Yes. അയ്യോ, ഞാൻ ഇന്നലെ ഇട്ട പോസ്റ്റിന് 1000 ലൈക്സും 240 ഷെയർസും ഡാഡ്. ഫേസ്ബുക്കിൽ മൊത്തം ഞാൻ തന്നെ ഡാഡി. അത് കൊള്ളാം. ഫേസ്ബുക്കിലൂടെ മാത്രം പ്രതികരിക്കുന്ന പുതിയ തലമുറ. അവന്റെ ഫോട്ടോ അല്ല എടുക്കണ്ട, മുഖത്ത് 2 എണ്ണം കൊടുക്കണം. അവൻ റൗഡി ആയിരിക്കും ചിലപ്പോ. കത്തി ഉണ്ടാവും എൻ്റെ കയ്യില്. തേർഡ് ക്ലാസ് ഫെലോസ്. ഇവനോടൊക്കെ മുട്ടുന്ന ഹെഡേക്കാണ്. ഐ ഡോണ്ട് വാണ്ട് എനി ഹെഡ്.